ഹർഷാരവവുമായി ഓണനാളുകൾ വന്നെത്തുകയായി. കോവിഡ് രണ്ടാം തരംഗത്തിന്റെ കരുവിരൽ വീണിട്ടുണ്ടെങ്കിലും ജാഗ്രത വെടിയാതെ നാം ആഘോഷിക്കുകയാണ് ഒരുമയുടെ ഓണം, അതിജീവനത്തിന്റെ ഓണം. ആത്മധൈര്യം കൊണ്ടും സ്ഥിരോത്സാഹം കൊണ്ടും ഊർജ്ജമാർജിച്ച് സെന്റ് തെരേസസ് കോളേജ് ഒരുങ്ങുന്നു ആമോദത്തോടെ. സെന്റ് തെരേസസ് കോളേജ് യൂണിയൻ 2021 അവതരിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടി ആരവം 2021 സർവചരാചരങ്ങളുടെ അധിപനായ ജഗദീശ്വരനെ വണങ്ങിക്കൊണ്ടാകാം ആരംഭം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി അന്ന. നന്ദിയല്ല. ഇന്നത്തെ ആഘോഷ പരിപാടിയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുവാനായി യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ജോർജിന ജോർജിനെ ക്ഷണിക്കുന്നു. മലയാളികളുടെ മനസ്സിൽ സ്നേഹത്തിന്റെ പച്ചപ്പും സാഹോദര്യത്തിന്റെ നന്മകളും നിറയ്ക്കുന്ന ഓണക്കാലം വന്നിരിക്കുന്നു. ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്നിൽ നിക്ഷേപിതമായ കർത്തവ്യം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി നമ്മുടെ മാർഗദർശിയും പരിപാടിയുടെ അധ്യക്ഷയുമായ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ആൻഡ് മാനേജർ റെവറൻഡ് ഡോക്ടർ സിസ്റ്റർ വിനീതിനെ ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഓണ സന്ദേശം നൽകുന്നത് നമ്മുടെ ഡയറക്ടർ റെവറൻഡ് സിസ്റ്റർ എമിലി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലിസി മാത്യുവിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ നമ്മുടെ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യുവാൻ ചേർന്ന ഏവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട താരവും എം പിയുമായ സുരേഷ് ഗോപി സാറിനെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെയും അനധ്യാപകരെയും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഏവർക്കും എൻ്റെ ഓണാശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. നന്ദി ജോർജിന. കോളേജിന്റെ ശക്തി സ്രോതസ്, ഏതൊരു പുതിയ പ്രവർത്തനത്തിനും പ്രചോദനവും ധൈര്യവും പകർന്നു നൽകുന്ന സെന്റ് തെരേസസ് കോളേജിന്റെ മാനേജറും പ്രൊവിൻഷ്യൽ സുപ്പീരിയറുമായ റെവറൻഡ് ഡോക്ടർ സിസ്റ്റർ വിനീതയെ അധ്യക്ഷ പ്രസംഗത്തിനായി വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്നത്തെ വിശിഷ്ടാതിഥി ശ്രീ സുരേഷ് ഗോപി എം പി, ഡയറക്ടർ സിസ്റ്റർ എമിലി, പ്രിൻസിപ്പൽ ഡോക്ടർ ലിസി മാത്യു, ഡീൻ ഓഫ് സ്റ്റുഡൻസ് അഫയേഴ്സ് റോസ്മേരി ഫ്രാൻസിസ് ആൻഡ് സ്വാതി വർമ്മ, യൂണിയൻ മെമ്പേഴ്സ്, my dear students. You had a very beautiful and also thought-provoking speech by Shri Suresh Gopi, giving you a direction as to how
നമ്മുടെ ജീവിതത്തെ അതിജീവനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും മാത്രമല്ല സ്റ്റാർട്ടപ്പിലൂടെ നമ്മളുടെ കൊച്ചു കേരളത്തെ വളർച്ചയുടെ ഉന്നതിയിലേക്ക് എത്തിക്കാനും നിങ്ങൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഹ്വാനം വളരെ കൃത്യമായിട്ട് ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു ഷെയർ ചെയ്തു. ഓണം നമുക്കെല്ലാവർക്കും ഒരു ഹൃദയ വികാരമാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ 2018 മുതൽ കേരളം ഈ ഓണസമയമാകുമ്പോഴത്തേക്ക് അഭിമുഖീകരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമ്മളൊരു പ്രളയത്തിൽ തുടങ്ങി, രണ്ടാം പ്രളയം, പിന്നീട് കോവിഡ്, രണ്ടാം തരംഗം കോവിഡിൻ്റെ, നൗ വി ആർ ഗെറ്റിംഗ് റെഡി ഫോർ മൂന്നാം തരംഗത്തിലേക്ക്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയതാണ് കോവിഡ്. പക്ഷേ കേരളീയരായ നമ്മൾക്ക് ഈ സമയം ഒന്നും മറക്കാൻ പറ്റില്ല. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓണം ഒരു വികാരമാണ്. ഞാൻ താമസിക്കുന്നത് ചെമ്പുമുക്കിലാണ്. അവിടെ നിന്ന് ഞാൻ വരുന്ന വഴിക്ക് അവിടെ മുഴുവൻ ബ്ലോക്കാണ്, വഴി മുഴുവൻ ബ്ലോക്ക്. നരങ്ങി നീങ്ങുന്ന വണ്ടികൾ കണ്ടപ്പോൾ ഞാൻ കരുതി ഓണം കഴിയുമ്പോൾ നമുക്ക് വേറൊരു നമ്മുടെ നമ്പർ അങ്ങോട്ട് കൂടും, കോവിഡ് കൂടും എന്നുള്ളതിന് സംശയമില്ല. കാരണം അത്രയും തിരക്കാണ്, ഇത്രയും പ്രോട്ടോക്കോളും ഇത്രയും ഓടിപ്പോഴത്തെ സ്ട്രിക്റ്റ് മെഷേഴ്സും ഒക്കെ സ്വീകരിച്ചിട്ടും നമുക്ക് മറക്കാൻ പറ്റാത്ത, നമുക്ക് അടക്കി വെക്കാൻ പറ്റാത്ത ഒരു വികാരം, ഒരു വികാരമാണ്. മൈ ഡിയർ സ്റ്റുഡൻസ്, ഓണത്തിൻ്റെ ഒരു സന്ദേശമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഓണം എന്താണ്? നമ്മുടെ ഹൃദയങ്ങളെ ഒരുമിപ്പിക്കുന്ന, നന്മ ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കുന്ന, പങ്കുവയ്ക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരാഘോഷമാണ് ഓണം. പ്രകൃതി തന്നെ കർക്കിടക മാസത്തെ മഴയിൽ കോളുകളൊക്കെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം വളരെ ശാന്തമായി നമ്മുടെ മുൻപിൽ അവതരിക്കുകയാണ് ചിങ്ങമാസത്തിൽ. അതിൻ്റെ ഓണം ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം, ലുക്കിംഗ് ഔട്ട് ഔട്ട്സൈഡ്, ഇപ്പോഴത്തെ ഈ ചിങ്ങമാസത്തിൻ്റെ സൂര്യപ്രകാശത്തിന് വരെ ഒരു സോഫ്റ്റ്നെസ്സും ഒരു ജെന്റിൽനെസ്, അതായത് ഒരു നല്ല ഗോൾഡൻ കളർ, എല്ലാവരും പ്ലീസ് ചെയ്യുന്ന ഒരു ചെറിയ മഞ്ഞ, ചെറിയ കുളിർമ, പൂക്കൾ വിടരുന്നു, പക്ഷികൾ ചിലയ്ക്കുന്നു, സംഗീതം, അതായത് കാറ്റിൻ്റെ മർമ്മരം, ഇതെല്ലാം വളരെ ഹൃദ്യമായിട്ട് ഒന്നുചേരുന്ന ഒരു സമയം. അത് പ്രകൃതി ഒരുക്കുന്ന ഒരു വിരുന്ന് എന്ന് വേണം ഈ ഓണക്കാലത്ത് വിശേഷിപ്പിക്കാനായിട്ട്. അതൊക്കെ കുറേയൊക്കെ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തന്നെയും ഇന്നും നമ്മുടെ ഹൃദയത്തിൽ ഒരു നൊസ്റ്റാൾജിയ, ഗൃഹാതുരത്വം നമ്മുടെ മനസ്സിൽ കൊണ്ടുതരുന്ന ഒരു വിശിഷ്ട ദിനങ്ങളാണ് നമുക്ക് ഓണം. ഓണസദ്യ ഇല്ലാത്ത ഒരു ഓണത്തെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല. നമ്മളുടെ ക്യാമ്പസുകളിൽ സുരേഷ് ഗോപി സാർ പറഞ്ഞതുപോലെ സെൻറ് തെരേസാസിൻ്റെ ഓണാഘോഷം ഒരു പ്രത്യേകതയാണ്. എല്ലാവരും മലയാളി വേഷം ധരിച്ച് പൂക്കളും ചൂടി ഈ ക്യാമ്പസിലൂടെ നടക്കുകയും പായസം പങ്കുവയ്ക്കുകയും സദ്യ ഒരുക്കുകയും അന്തരീക്ഷം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സദ്യയുടെ മണവും ഒക്കെ, ചന്ദനക്കൂട്ടിൻ്റെ മണമൊക്കെ നമുക്ക് ഈ കാലത്ത് ഇല്ലാതായി പോകുന്നു. പക്ഷെ എന്നാൽ തന്നെയും നമ്മൾ ഇതിനെയെല്ലാം സൗമ്യതയോടുകൂടി, സ്നേഹത്തോടുകൂടി, നമ്മുടെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നു. എല്ലാ വിദ്യാർത്ഥിനികൾക്കും, ഓൺലൈനിൽ നിന്ന് കാണുന്നവർക്കും, ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഒരു ചെറിയ കോണിൽ ഇരുന്ന് കാണുന്നവർക്കും ഒക്കെ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവർക്കും ഓണത്തിൻ്റെ എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. വളരെ സമൃദ്ധമായ അനുഗ്രഹാശസ്സുകൾ നിറഞ്ഞ ഒരോണം നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. അത് ആഘോഷിക്കാനായിട്ട് നിങ്ങൾക്ക് സർവശക്തൻ ശക്തിയും ഉണർവും ആരോഗ്യവും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഓണത്തിൻ്റെ ഞാൻ പറഞ്ഞതുപോലെ ഓണം നന്മയുടെ ഒരു കാലമാണ്.
പങ്കുവയ്ക്കലിൻ്റെ കാലമാണ്. ഓണം സ്നേഹം പങ്കുവയ്ക്കലിൻ്റെ സമയം കൂടിയാണ്. അപ്പോൾ ഓർക്കുക, നമുക്ക് നമ്മളാൽ കഴിയുന്നത് നമ്മുടെ സഹോദരങ്ങൾക്ക്, പ്രത്യേക ഈ സാഹചര്യത്തിൽ നമ്മുടെ ചുറ്റുപാടും പല ജനങ്ങളുമുണ്ട്. ജീവിതം വളരെ ഡിഫിക്കൽട്ടായിട്ട് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് നമുക്ക് എന്ത് കൈത്താങ്ങായി മാറാൻ സാധിക്കും എന്ന് നമുക്ക് ചിന്തിച്ചിട്ട് യൂണിയൻ വിഭാഗം എന്തെങ്കിലും ഒരു contribution towards the poor people should be given to them through the principle to reach out to the poor people. May God bless you and wishing you all the blessings of honor. Thank you very much. കോളേജ് ഡയറക്ടർ റെവറൻഡ് സിസ്റ്റർ എമിലിൻ നമ്മുടെ ഓണാഘോഷ പരിപാടികൾക്ക് ആശംസ അർപ്പിക്കുന്നുണ്ട്. സിസ്റ്ററിനെ ഏറ്റവും ബഹുമാനത്തോടെ ഓണ സന്ദേശം നൽകുവാനായി ക്ഷണിക്കുന്നു. സിസ്റ്റർ ഓൺലൈനായിട്ടാണ് നമ്മോടൊപ്പം ചേരുന്നത്. സെയിൻറ്റ് തെരേസാസിൻ്റെ സൗന്ദര്യമായ യുവതാരങ്ങളെ മക്കളെ, ആഘോഷപ്പൊലിമയില്ലാത്ത ഓണമാണ് ഈ വർഷമെങ്കിലും. ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. സ്കൂളിലെ പോലെ, കോളേജിലെ പഴയ കുലങ്ങളെപ്പോലെ ഓണാഘോഷങ്ങളും പൂക്കള മത്സരവും സമ്മാനങ്ങളും ഒന്നുമില്ലാത്ത, ഓണത്തിന് 10 ദിവസം അവധി കിട്ടുമല്ലോ എന്നുള്ള സന്തോഷം പോലും ഇല്ലാത്ത ഒരു ഓണമാണ് ഈ വർഷവും നമുക്കുള്ളത്. അടുത്ത വർഷമെങ്കിലും മഹാമാരിയുടെ ഭീതിയില്ലാത്ത, കൂട്ടുകാരും അധ്യാപകരും ഒത്തുള്ള ഒരു ഓണാഘോഷം പ്രത്യാശിച്ചുകൊണ്ടും ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും മുതിർന്നവരുടെ വാക്കുകൾ അനുസരിച്ചുകൊണ്ടും നമുക്ക് ഓണം ആഘോഷിക്കാം. നമ്മുടെ സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്കായി സർക്കാരിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. മഹാമാരിയുടെ ഈ കാലയളവിൽ അതിജീവനത്തിന് നമുക്ക് പ്രാധാന്യം നൽകാം. ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശമാണല്ലോ ഈ ഓണവും നമുക്ക് നൽകുന്നത്. യുവതലമുറ എന്നും സമൂഹത്തിന് നേട്ടവും അനുഗ്രഹവുമാണ്. ഇത് അനുഭവിച്ചറിഞ്ഞവരാണ് കേരളീയരായ നാം ഓരോരുത്തരും. പ്രളയകാലഘട്ടത്തിലും മഹാമാരിയുടെ സമയത്തും കേരള ജനതയോട് ചേർന്ന് നിന്നവരാണ് കേരളത്തിൻ്റെ യുവതലമുറ. സ്വന്തം ജീവന് പ്രാധാന്യം നൽകാതെ അവരുടെ ജീവന് പ്രാധാന്യം നൽകുന്നവരാണ് ഇന്നത്തെ യുവജനങ്ങൾ. ഇത്തരുണത്തിൽ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സന്ദേശമാണ് ഈ മഹാമാരിയുടെ ഓണക്കാലത്ത് യുവതലമുറ നമുക്ക് നൽകുന്നത്. തുടരാം നന്മ നിറഞ്ഞ ജീവിതം, അല്ലെങ്കിൽ കണ്ടുപിടിക്കാം, മാതൃകയാക്കാം നിസ്വാർത്ഥരായ യുവസേനയെ. അതെ, നേടിയെടുക്കേണ്ട ആദ്യത്തെ മഹാകാര്യം സ്വഭാവ ഗുണമുണ്ടാക്കുകയാണ്. ദുരിതപൂർണമായൊരു കോവിഡ് കാലയളവാണെങ്കിൽ തന്നെയും ഈ കാലഘട്ടത്തിലും ഇതിലെ നന്മകൾ കണ്ടുപിടിച്ച് വളരാൻ ശ്രമിക്കണം. ആരോഗ്യപാലകരുടെയും നിസ്വാർത്ഥ സേവകരുടെയും നന്മ നിറഞ്ഞ ഹൃദയവും അവരുടെ പ്രവൃത്തികളും ഓണത്തിന് മൂടിയേകുന്ന പൂക്കളം പോലെ നമ്മുടെ ഹൃദയങ്ങളിൽ നന്മയുടെ പൂക്കളം വിരിക്കുവാൻ ഈ കോവിഡ് കാലം ഇട നൽകട്ടെ. വീട്ടിനകത്തും പുറത്തും നന്മയുടെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ പൂക്കളം സൃഷ്ടിക്കുവാൻ ഇന്നത്തെ യുവതലമുറയ്ക്ക് സർവേശ്വരൻ തുണയാകട്ടെ. സ്നേഹത്തോടെ ഏവർക്കും നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഓണാശംസകൾ നേരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരായിരം നന്ദി സിസ്റ്റർ. നമ്മുടെ വിശിഷ്ട അതിഥി ഓൺലൈനിൽ നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. മലയാളി മനസ്സുകളിൽ ചേക്കേറി അവിടുന്ന് ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര ലോകത്തേക്ക് പറന്നുയർന്ന
മലയാളത്തിന്റെ അഭിമാനം ശ്രീ സുരേഷ് ഗോപി 1998 കളിയാട്ടം എന്ന ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ പകരം വയ്ക്കാനില്ലാത്ത അഭിനയത്തിന് ദേശീയ സംസ്ഥാന അവാർഡുകൾ ലഭിച്ചു. അഭിനയ പാഠവത്തിനപ്പുറം വ്യക്തിപ്രഭാവം കൊണ്ടും ആകർഷണീയതയുള്ള ഭാഷാ ശൈലി കൊണ്ടും നമ്മെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിത്വം. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന ഒരു മനുഷ്യ സ്നേഹി. അദ്ദേഹത്തെ ഏറ്റവും ആദരപൂർവ്വം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ക്ഷണിക്കുന്നു. അതോടൊപ്പം വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഡോക്ടർ ലിസി മാത്യു പ്രിൻസിപ്പൽ, പ്രൊവിൻഷ്യൽ സുപ്പീരിയർ മാനേജർ റവറൻഡ് സിസ്റ്റർ വിനീത, ഡീൻ ഓഫ് സ്റ്റുഡന്റ് അഫയേഴ്സ് എന്നിവരെയും ദീപം തെളിയിക്കുവാനായി ക്ഷണിക്കുന്നു. നമസ്കാരം. സിസ്റ്റർ എമലിൻ, സിസ്റ്റർ അനീത, ലിസി ടീച്ചർ, കോളേജ് പ്രിൻസിപ്പൽ, സെന്റ് ട്രീസസ് കോളേജിന്റെ ആർട്സ് ക്ലബ് സെക്രട്ടറി അന്ന സൂസൻ റോയ്, വൈസ് ചെയർപേഴ്സൺ വർഷ, പ്രിയ ചങ്ങാതിക്കൂട്ടത്തിന്, സുന്ദരിക്കൂട്ടത്തിന് എന്റെ കുടുംബത്തിന്റെയും ഓണാശംസകൾ. വിനീത നമസ്കാരം. നമ്മുടെ ഈ ഒരു പൊതു സംവിധാനത്തിലുള്ള ആഘോഷ പരിപാടികൾ ഇത് ലോകമെങ്ങും അനുവർത്തിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്കുന്ന് ലോകത്തിന്റെ ഒരു ദുർഗതി അല്ലെങ്കിൽ ഒരു അനിശ്ചിതാവസ്ഥ എന്ന് പറയുന്നത് കൊണ്ട് ചെന്ന് തള്ളിയിരിക്കുകയാണ്. നമുക്ക് വേറെ വഴികളില്ല. ആഘോഷം വൈകാരികമായിട്ട് നമ്മുടെ ഒരു ജനിതകത്തിൽ ചേർന്ന് പോയിരിക്കുന്നതായ ഉത്സവങ്ങൾ ഇതെല്ലാം ആഘോഷിച്ചേ മതിയാവും. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഈ ആഘോഷങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു ഹണ്ടിന്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ള ഈ അത്യാധുനിക കണ്ടുപിടുത്തങ്ങളിലൂടെ എത്തിയിട്ടുള്ള ഈ സംവിധാനം ഓൺലൈൻ, ഒരുപക്ഷെ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനും ടീച്ചർമാർക്ക് പഠിപ്പിക്കാനും ഒരു ഇമോഷണൽ കോൺടാക്ട് എന്ന് പറയുന്നത് നമുക്ക് വായുവിലൂടെ പ്രസരിപ്പിക്കപ്പെടുന്ന ഒരു കിരണങ്ങളുടെയും എല്ലാം സഹായത്തോടെ മാത്രം സാധ്യമാകുന്ന ഒരു സംവിധാനം ഒരുങ്ങിയിരുന്നു എന്ന് പറയുന്നതിന് നമ്മൾ നമ്മുടെ ഇൻവെൻഷനുകൾ നടത്തിയിട്ടുള്ള ഫൈൻഡിങ്സ്, കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള ലോകാരംഭം മുതലുള്ള എല്ലാ സയന്റിസ്റ്റിനോടും എല്ലാ ഇന്നോവേറ്റേഴ്സിനോടും ഉള്ള നന്ദി ഞാൻ ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഒരു സംവിധാനം കൂടി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല? ഇപ്പൊ നമുക്ക് മതില് ചാടേണ്ടതില്ല, വേലി പൊളിക്കേണ്ടതില്ല. നമുക്ക് നമ്മുടെ ഹൃദയ വികാരം മുഴുവൻ പങ്കുവെക്കുവാൻ ഉള്ള സംവിധാനങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. പക്ഷെ എന്നിട്ടും ഭരണകർത്താക്കൾ അനുശാസിക്കുന്ന തരത്തിലുള്ള ചില നിയന്ത്രണങ്ങൾ, എല്ലാവർക്കും അവരുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവരുടെ ജന്മാവകാശമാണ്. പക്ഷെ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെയും ജന്മാവകാശങ്ങളെയും ചോദ്യം ചെയ്യാത്ത തരത്തിലുള്ള ആഘോഷ പരിപാടികളിൽ വളരെ കർശനമായി ഈ മാനദണ്ഡങ്ങളെല്ലാം ഇതൊരുക്കി വെച്ചിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയോ ഒരു രാഷ്ട്രപതിയോ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയോ ഒരു പറ്റം മന്ത്രിമാരോ അല്ല. ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടന
മനുഷ്യന്റെ വംശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, ആരോഗ്യപൂർണമായ നിലനിൽപ്പിന് വേണ്ടി ഒരുക്കിയെടുത്തിട്ടുള്ള പൊതു രീതികൾ എന്ന് പറയുന്നത് മലയാളികൾ അവരുടെ ഹൃദയ വികാരമായ ഓണം ആഘോഷിക്കുന്നതിലും വളരെ കൃത്യമായി അത് പാലിക്കുന്നു എന്നറിയുന്നതിലും ഒരുപക്ഷെ അങ്ങ് അതിർവരമ്പെല്ലാം പൊട്ടി ഈ അണപൊട്ടുക എന്ന് പറയുന്ന അവസ്ഥയിൽ ആഘോഷത്തിന് വേണ്ടി മുട്ടി നിൽക്കുന്ന നമുക്ക് 2018 മുതൽ കേരളത്തിന് ഓണമില്ല. ആദ്യത്തെ പ്രളയം, 2019 രണ്ടാമത്തെ പ്രളയം, ചെറുപ്രളയം എന്ന് പറഞ്ഞ് നമുക്ക് ഒതുക്കാനൊക്കത്തില്ല. അത് ഏതാണ്ട് തുല്യ ദ്രോഹം വിതച്ച ഒരു പ്രളയമായിരുന്നു. നമ്മളെ ബാധിച്ചോ എന്നുള്ളതല്ല, നമുക്ക് ചുറ്റുമുള്ള വിവിധ മേഖലകളിൽ പെടുന്നവരെ ബാധിച്ചു എന്ന് പറയുമ്പോൾ നമ്മളിലേക്ക് അതിന്റെ ഒരു ഇമ്പാക്ട് വന്ന് പതിക്കും. അങ്ങനെ നോക്കിയാൽ 2018 മുതൽ നമുക്കൊരു ഓണം ഒന്ന് മനസ്സ് നിറയെ, വയറ് നിറയെ ആഘോഷിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാണ് മറ്റുള്ള എല്ലാ ഉത്സവങ്ങളും. നമ്മളിതിപ്പോ എപ്പോഴും കോവിഡിന്റെ അല്ലെങ്കിൽ കൊറോണയുടെ ഒരു സെക്കൻഡ് വേരിയന്റിന്റെ അല്ലെങ്കിൽ വിവിധ വേരിയന്റുകളുടെ ഒരു പുനഃപ്രവേശനം കൊണ്ട് നമ്മൾ തളയ്ക്കപ്പെട്ടിരിക്കുന്നു. മൂന്നാമത്തെ വേവ് എന്ന് പറയുന്നത് സാധ്യമാകുന്ന കാര്യമാണ്. അത് അമേരിക്കയിലും ഇംഗ്ലണ്ടിന്റെ ഒക്കെ പല ഭാഗത്തും അത് ഭയപ്പെടുത്തുന്ന രീതിയിൽ ഒന്ന് കാറ്റ് വീശി തുടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്, ഒരു സത്യവാർത്ത അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പക്ഷെ അതൊന്നും ഭീതിപ്പെടുത്താൻ വേണ്ടിയല്ല. രണ്ടാം തരംഗം ഇനിയും വിജയകരമായി കടക്കാൻ സാധിക്കാത്ത ചില പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളിൽ കേരളം വന്നു പെടുമ്പോൾ ഓണം ഘോഷമാണോ ഇല്ലെങ്കിൽ ഒതുക്കിപ്പിടിച്ച് നമ്മുടെ നിർവൃതി ഒട്ടും കുറയാതെ ആഘോഷിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു അധിക ചുമതലയാണോ എന്നൊന്നും പറയാനൊക്കത്തില്ല. കുഞ്ഞുങ്ങൾ, നിങ്ങൾ അത് വളരെ കൃത്യമായി മനസ്സിലാക്കി, അല്ലെങ്കിൽ എനിക്കറിയാം സെന്റ് ട്രീസാസിലേക്ക് ഒരു ഓണാഘോഷം ഏത് ലെവലിലേക്ക് പോകും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ അതിൽ വലിയ സംയമനം പാലിച്ചു എന്ന് പറയുന്നത് നിങ്ങൾ ഈ സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയോടും ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയോടും ലോകത്തെ മുഴുവൻ ജനസമൂഹത്തോടുമുള്ള നിങ്ങളുടെ ഒരു കൂറാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഒരു കെട്ടുറപ്പുള്ള മനസ്സൊരുമയാണ് നിങ്ങൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതിന് ഞാൻ ഈ കോളേജിനെയും അതിന്റെ മാനേജ്മെന്റിനെയും ടീച്ചേഴ്സിനെയും വിദ്യാർത്ഥിനെയും സുഹൃത്തുക്കളെയും ഒക്കെ ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. കോവിഡ് എന്ന് പറയുന്നത് നമുക്ക് അതിജീവനത്തിനുള്ള പുതിയ മാർഗങ്ങൾ കണ്ടെത്താൻ മാത്രമല്ല സഹായിച്ചിരിക്കുന്നത്. എനിക്കറിയാവുന്നത്, ഞാൻ ലിസി ടീച്ചറിനോട് പറഞ്ഞിരുന്നത് തന്നെ അതിന് നമ്മൾ വേറൊരു സെഷൻ ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന്റെ ഒരു ഇൻഗ്രീഡിയൻസ് എന്തായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചും ലിസി ടീച്ചറുമായിട്ട് സംസാരിച്ചു വരുന്നത്. ഇതിപ്പോ ഒരു ഓണ സ്നേഹം കൈമാറുക, സന്ദേശം ഒന്നുമില്ല, സ്നേഹം കൈമാറാൻ സാധിക്കണം. സ്നേഹത്തിന്റെ കുറവ് ഇങ്ങനെ അടച്ച് കൂട്ടപ്പെട്ട് കഴിയുന്ന സമൂഹങ്ങൾക്ക് ആ സ്നേഹം എന്ന് പറയുന്നത് വലിയ സാന്ത്വനമാണ്. എല്ലാവരും സുരക്ഷിതരായി ഉള്ളിലിരുന്ന് ആഘോഷിക്കുക. നിങ്ങളുടെ ആഘോഷത്തിന്റെ മുഹൂർത്തങ്ങൾ മറ്റുള്ളവരെ എല്ലാം ആവുന്ന സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് അറിയിക്കുക. അതാണ് നമുക്ക് ചുറ്റുമുള്ളവർക്കും, മൊത്തത്തിൽ മനുഷ്യരാശിക്കെന്നല്ല, ഭൂമിയിൽ ജന്മം എടുത്തിട്ടുള്ള മണ്ണായാലും ശരി തന്നെ, മരമായാലും മൃഗവും മനുഷ്യനും എല്ലാവർക്കും ആരോഗ്യത്തിനും നിലനിൽപ്പിനും തുടർച്ചയ്ക്കും അത് തന്നെയാണ് വളരെ നല്ലത്. ഒരു സെഷൻ വയ്ക്കുന്ന അവസ്ഥയിൽ തീർച്ചയായിട്ടും കോവിഡ് എന്തൊക്കെയാണ് പുതിയ ജീവിത രീതികൾ, അല്ലെങ്കിൽ ജീവിതം എങ്ങനെ ജീവിച്ച് തീർക്കുകയല്ല, ജീവിച്ച് തുടർന്നുകൊണ്ടേയിരിക്കണം എന്നതിന് പുതിയ വ്യാഖ്യാനം നമുക്ക് തരികയും പുതിയ പാഠങ്ങൾ, പുതിയ രീതികൾ, ജീവിതത്തിൽ അവലംബിക്കേണ്ടതായ പുതിയ രീതികൾ മുഴുവൻ നമുക്ക് വ്യക്തമായിട്ട് പഠിപ്പിച്ചു തന്ന ഒരു മഹാമാരിയായിട്ട് കൂടി നമ്മൾ ഒരു ഫോട്ടോ വെച്ച് ചിലപ്പോൾ നമ്മൾ മാലയിട്ട് പൂജിക്കേണ്ടി വരും കൊറോണയെ. ആ തരത്തിൽ നമ്മളിലേക്ക് ഇങ്ങനെയും ജീവിക്കാം. സ്വാതന്ത്ര്യം മാത്രമല്ല എല്ലാം, അല്ലെ? തൊട്ടടുത്ത് അയൽ രാജ്യത്തൊക്കെ സ്വാതന്ത്ര്യം ഏത് തരത്തിലാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്.
സത്യം പറഞ്ഞാൽ ഈ ഓണത്തിന് ആഘോഷിക്കാൻ തോന്നുന്നില്ല. അവിടുത്തെ കുഞ്ഞു പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ കാര്യം ആലോചിച്ചിട്ട് പുരുഷന്മാര് അങ്ങ് മറക്കുക അല്ലെങ്കിൽ തള്ളിപ്പറയുകയോ ചെയ്യല്ല. ആ സമൂഹത്തിന് വേണ്ടി ഒരു തുള്ളിയല്ല, ഒരു കുടം കണ്ണീർ ഞാനിവിടെ ഇച്ഛിച്ചു വയ്ക്കുകയാണ്. ആദ്യം വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. നമുക്ക് ആഘോഷിക്കാം. നമ്മൾ അവരെയും ഓർത്തുകൊണ്ട് അവരുടെ ഒരു തിരിച്ചുവരവ് ജീവിതത്തിലേക്ക് വളരെ ശാന്തമായ വലിയ അധിനിവേശങ്ങളൊന്നും ഇല്ലാത്ത അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ സ്വത്തുകളിലേക്ക്, അവരുടെ അന്തസ്സിലേക്ക് അധിനിവേശമില്ലാത്ത ഒരു ജീവിതത്തിന് വേണ്ടി അഫ്ഗാനിലെ മനുഷ്യ ജന്മങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതും നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. അതും ഞാൻ ചെയ്യുന്നു. നിങ്ങളും ആ പ്രാർത്ഥനയിൽ പങ്കുചേരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഓണം നമ്മളെ അടുത്ത നവരീതിയിലുള്ള ഓണാഘോഷത്തിലേക്ക് നമ്മളെ സ്ഫുടം ചെയ്തെടുക്കണേ എന്നുകൂടി ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഓൺലൈൻ സീരീസ് ഓഫ് മീറ്റിംഗ്സ് റിഗാർഡിംഗ് the way we have found newer methods to come out of all criticalities in life. വളരെ രൂക്ഷമായ അവസ്ഥയിൽ നമ്മൾ എങ്ങനെ പൊന്തിപ്പുറത്തു വരും. അതിന് തന്നെ ഇട്ടിരിക്കുന്ന പേര് സ്റ്റാർട്ടപ്പ് എന്നാണ്. ആ ഇന്ത്യയുടെ ഒരു മിഷൻ, സ്റ്റാർട്ടപ്പ് മിഷൻ ഓർ മെഷീൻ എന്നും പറയാം. ദാറ്റ് സ്റ്റാർട്ടപ്പ് മെഷീൻ ഇസ് ഓൺ, യു ജോയിൻ ദാറ്റ് മിഷൻ എന്ന് എനിക്ക് പെൺകുട്ടികളോട് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, കാപ്പി എങ്ങനെ ഒരു ഇൻസ്റ്റന്റ് കോഫി നിങ്ങൾക്ക് നിങ്ങളുടെ പോക്കറ്റിൽ കൊണ്ട് നടത്താം, ഒരു ഫ്ലാസ്കിൽ വെള്ളമുണ്ടെങ്കിൽ എങ്ങനെ അത് പാനീയമാക്കി കുടിക്കാം. എവിടെയെങ്കിലും എന്തെങ്കിലും കാരണം കൊണ്ടൊന്ന് പെട്ടുപോയാൽ ഒരു ഉത്തേജകത്തിനൊരു കാപ്പി വേണമെങ്കിൽ എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് 4 പെൺകുട്ടികൾ, ഒരു രാജസ്ഥാനി പെൺകുട്ടി അടക്കം, എറണാകുളത്തെ +2 വിദ്യാർത്ഥിനികൾ, ഇവിടെ സൗത്ത് സ്കൂളിൽ, ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടികൾ ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ്. അതിന്റെ ഒരു കോആഗുലന്റ് അവർ ഇമ്പോർട്ട് ചെയ്തു, അതിന് പേറ്റന്റ് ചെയ്യാൻ പോകുന്നു. ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് മിഷനിലേക്ക് അത് കൊണ്ടുചെന്ന് ചേർക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. ഇതുപോലെയുള്ള ഒരുപാട് അത്യാവശ്യങ്ങൾ നമുക്കിന്ന് ജീവിതത്തിലുണ്ട്. ആ അത്യാവശ്യം എന്താണെന്ന് ഇങ്ങനെ ഒരു ചുരുങ്ങിപ്പോയ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ, ദിസ് ഇസ് വേർ നെസസിറ്റി ഹാസ് risen and necessity is the mother of invention. ഇൻവെൻഷൻസിന്റെ കാലമായിരിക്കും ഇനി. നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ സാലറീഡ് ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നതിന്റെ പിന്നാലെ പായേണ്ട ഒരു വിദ്യ അല്ലെങ്കിൽ വിദ്യാഭ്യാസം സ്വാംശീകരിച്ച നേടിയ ഒരു ജനസഞ്ചയം അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റ്സിന്റെ ഒരു സഞ്ചയമല്ല ഇനി ഉണ്ടാവും. ഏത് മാർഗത്തിലും ഞാൻ എൻ്റെ തൊഴിൽ ഞാൻ കണ്ടെത്തും, ഞാൻ എൻ്റെ ശമ്പളം കണ്ടെത്തും, ഞാൻ ഈ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ആ ശമ്പളത്തിൽ നിന്ന് ഒരു സംഭാവന നൽകും എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് പോകുന്നതിന് രാജ്യങ്ങൾ പലതും അതിന്റെ തെളിവുകൾ പുറത്തു കൊണ്ടുവന്ന് കഴിഞ്ഞു. അവർ വെളിപ്പെടുത്തി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയും ഒട്ടും മോശമല്ല. എനിക്ക് അതിന്റെ ഡേറ്റ ഒന്നും ഇപ്പൊ എനിക്ക് പ്രസന്റ് ചെയ്യാനൊക്കത്തില്ല. സ്റ്റാർട്ടപ്പ് മിഷൻസ്, അതുപോലെ തന്നെ ഓൺടർപ്രണർഷിപ്പ് പ്രോഗ്രാംസ്, അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെന്റ് മിനിസ്ട്രി വഴി എവിടെയൊക്കെയാണ് ഇപ്പം അതിന്റെ ഒരു നാമി കുറിച്ചിരിക്കുന്നത് നമ്മുടെ സ്കൂളുകളിലുള്ള അടൽ ടിങ്കറിംഗ് ലാബ്സ്, അതുപോലും സ്പേസസ് ആണ്. അതൊരു വലിയൊരു ട്രിവിയൽ സംഭവമായിട്ട് നിങ്ങൾ കരുതരുത്. നാമ്പ് പാകുകയാണ്, വിത്ത് പാകുകയാണ് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കണ്ടുപിടുത്തത്തിനുള്ള. ജസ്റ്റ് ഇമാജിൻ ഒരു സോളാർ പാനൽ, ഇന്ന് അതിന്റെ വലിപ്പം എത്രയാണ്, ഇന്ന് അതിന്റെ വെയിറ്റ് എത്രയാണ്, ഇന്ന് ആ വെയിറ്റിലേക്കും വലിപ്പത്തിലേക്കും നിങ്ങളുടെ ഉപയോഗത്തിലേക്ക് ലോകത്തിന് റിന്യൂവബിൾ എനർജി അല്ലെ, സോളാർ എനർജി, ഇങ്ങനെയുള്ള പല സംവിധാനങ്ങളിലൂടെ എനർജി കൊണ്ടുവരുന്നതിന് ഇത്ര പണം നമ്മൾ ചെലവാക്കുന്നു എന്ന് പറയുന്നിടത്ത് ഷുഡ് ബി ദ നെസസിറ്റി ദാറ്റ് ഹാസ് റിസൺ, ആൻഡ് യു ഷുഡ് തിങ്ക് ഓഫ് ഫൈൻഡിങ് a solar panel to the size of a credit card, a bank
credit card, the thickness, the length and width of the of a credit card. It is possible. It is there. You have to reach there and get it to the people for utility. അപ്പോൾ അതിന്റെ കോസ്റ്റ് കട്ടിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും. സോ ഐ തിങ്ക് children who are in their classrooms will also have to think about life which is huge and spread over the world. And now, ഇപ്പോഴത്തെ പെർസ്പെക്റ്റീവിൽ it is there in outer space also. So അങ്ങനെയുള്ള ഒരു മുന്നേറ്റം നടത്തുന്നതിനുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പ് നിങ്ങൾ ഈ മൊമെന്റിൽ നടത്തണമെന്നാണ്. ഒരു ചെറിയ പരിച്ഛേദമാണ് അവിടെ ഉള്ളത്. സെന്റ് ട്രീസാസ് കോളേജ്. ഞാൻ കുഞ്ഞുങ്ങളോടല്ല, എൻ്റെ മക്കളുടെ പ്രായമേ ഉള്ളൂ നിങ്ങൾക്ക്. ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഈ തരത്തിൽ ചിന്തിച്ച് തുടങ്ങണം. ആ ചിന്തിച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ ഇതിന് വലിയ വ്യാപ്തിയുള്ള നിങ്ങളുടെ യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി മാത്രമല്ല, കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, എല്ലായിടത്തും, കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, കേരളത്തിൽ ഇത് പരത്തിയെടുത്ത് നമുക്ക് ഓൺടർപ്രണേഴ്സ് ആണ്, ജോബ് സീക്കേഴ്സിനേക്കാൾ കൂടുതൽ വേണ്ടത് ഓൺടർപ്രണേഴ്സ് ആണ്, സ്റ്റാർട്ടപ്സിനെയാണ്. നല്ല സ്കിൽ ഡെവലപ്പ് ചെയ്ത് ഈ രാജ്യത്തിന്റെ സമ്പന്നത വളർത്തുന്ന സമ്പത്തിനെയാണ് നമ്മൾ മെനഞ്ഞെടുക്കേണ്ടത് എന്ന് പറയുന്നത്. ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിനുള്ള ഒരു പീരിയഡ്, അവരുടെ ഒരു ആഴ്ച ക്ലാസ്സുകളിൽ ഒരു പീരിയഡ്, കോമൺ പീരിയഡ് സെറ്റ് ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. വളരെ വിപുലമായിട്ട് ഈ സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങളുടെ മുന്നിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് നമ്മൾ എവിടെ നിന്ന് എവിടെ എത്തി, ഈ ഡേറ്റ എനിക്ക് പ്രസന്റ് ചെയ്യാൻ സാധിക്കും. ബട്ട് നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ ഒരു ഇന്റന്റ് അതല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അതുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുമായിട്ട് ഈ ഒരു കൺസ്ട്രക്റ്റഡ് ലൈഫ് പാറ്റേണിൽ നിന്ന് നമ്മൾ എന്ന് പുറത്തു വരുന്നു, ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നതുമായിരിക്കും. ഉറപ്പായിട്ടും വിദ്യാർത്ഥി സമൂഹത്തിന്റെ അവര് പ്രദാനം ചെയ്യാൻ, അല്ലെങ്കിൽ അവരിന്ന് വാഗ്ദാനം ചെയ്യാൻ വിചാരിക്കുന്ന ഒരു പ്രതിജ്ഞ എടുക്കുന്ന ആ വാഗ്ദാനങ്ങളാണ് നാളത്തെ നമ്മുടെ ലോകം, നമ്മുടെ ഭാരതം, നമ്മുടെ കേരളം, ഈ കൊച്ചു എറണാകുളം, അതുപോലെ തന്നെ സെന്റ് ട്രീസാസ് എന്ന് പറയുന്ന അതിലെ പ്രൈഡ്. അങ്ങനെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും പ്രൈഡ് ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് നല്ല നല്ല രീതിയിൽ അവരുടെ ബുദ്ധി തിരിച്ചുവിടുന്നതിനുള്ള നമ്മുടെ ഈ ജങ്ക് ഫുഡ് ആയാലും ശരി തന്നെ, സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് എല്ലാത്തിനും ദൂരെ പോയി ശുദ്ധ രക്തയൊഴുക്കുള്ള ധമനികളുമായി ജീവിക്കുന്ന രാജ്യത്തിന്റെ മക്കളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഈശ്വരൻ കനിഞ്ഞ് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ ഓണാഘോഷങ്ങൾ ഇവിടെ തുടങ്ങിയതായി എല്ലാവരുടെയും, പ്രത്യേകിച്ച് അമ്മമാരുടെ അനുഗ്രഹത്തോടെയും ആശീർവാദത്തോടും കൂടി, അനുവാദത്തോടും കൂടി ഞാൻ ഇവിടെ അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഒരുപാട് സ്നേഹം, നന്ദി, നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്ന ഇവർക്കും ഓൺലൈനിൽ നമ്മോടൊപ്പം ചേരുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്കും ഇത്രയും ഹൃദയസ്പർശിയായ മൂല്യമേറിയ സന്ദേശം നൽകിയതിന് നന്ദി സർ. പ്രതിസന്ധികൾക്കിടയിലും ഉറച്ച മനസ്സോടെ മുന്നോട്ട് നീങ്ങുവാൻ തന്റെ വിദ്യാർത്ഥിനികളെ പ്രചോദിപ്പിക്കുന്ന നമ്മുടെ പ്രിയങ്കരയായ പ്രിൻസിപ്പൽ ഡോക്ടർ ലിസി മാത്യുവിനെ ആശംസയ്ക്കായി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ സുപ്പീരിയർ മാനേജർ സിസ്റ്റർ വിനീത, നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ശ്രീ സുരേഷ് ഗോപി MP and senior artist, respected director Reverend Sister Linton, student deans Srimati Rosemary Francis and Dr. Swati Verma, staff members, union members, and my dear students, good afternoon to all. ഓണം എന്നും എപ്പോഴും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും സൗഹാർദ്ദത്തിൻ്റെയും ഒരു ആഘോഷം തന്നെയാണ്.
മലയാളി ലോകത്തിൽ എവിടെയായിരുന്നാലും ഏറെ ആവേശത്തോടെ കൊണ്ടാടിയിരുന്ന അല്ലെങ്കിൽ ആഘോഷിക്കാൻ കാത്തിരുന്ന ഒരു ഉത്സവം തന്നെയാണ് ഈ ഓണം. ജാതി മതഭേദമന്യേ മലയാളികൾ എവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്നുവോ വളരെ സന്തോഷത്തോടെ കൊണ്ടാടുന്ന ഈ ആഘോഷം നമുക്ക് ഒരുമയുടെയും ഐക്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സന്ദേശമാണ് നൽകുന്നത്. ഈ നല്ല ദിനങ്ങളിൽ ഈ ഓണം എന്നതുകൊണ്ട് എന്താണ് നാം ഓർക്കേണ്ടത്? ഓണം നമ്മളെ മാവേലിയെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ പണ്ടത്തെ ചക്രവർത്തിയായ മഹാബലിയെ ഓർമ്മപ്പെടുത്തുന്നു. നല്ലൊരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ജനത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച് അദ്ദേഹം ഒരു മാതൃകാ ഭരണാധികാരിയായിരുന്നു. നമ്മുടെ രാഷ്ട്രത്തിന്റെ നന്മയ്ക്കും ക്ഷേമത്തിനും പുരോഗതിക്കുമായി നമ്മൾക്കും ആ മാതൃക ഉൾക്കൊള്ളാൻ സാധിക്കണം. അതാണ് എനിക്ക് നിങ്ങളോടൊന്ന് ഈ ഓണം ദിവസം, ഈ നല്ലൊരു ദിവസം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അതുപോലെ തന്നെ ആ നാളുകളിൽ ജനങ്ങൾ അനുഭവിച്ച സത്യവും നീതിയും ഉയർത്തിപ്പിടിക്കുക എന്ന ആ ആപ്തവാക്യം ഈ തിരുനാളിൽ നാം ഓർക്കേണ്ടതാണ്. അതാണ് മാവേലി അല്ലെങ്കിൽ ഓണത്തപ്പനെ അനുസ്മരിക്കുന്ന ഈ ഉത്സവം നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ടത്. വീണ്ടും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നല്ല ദിനങ്ങൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനായി നമുക്ക് പ്രവർത്തിക്കാം, കാത്തിരിക്കാം. എൻ്റെ പ്രിയ വിദ്യാർത്ഥിനികളായ നിങ്ങളോട് എനിക്കത് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളിൽ നിന്നും മറ്റുള്ളവർ നല്ല പാഠങ്ങൾ, നല്ല മാതൃകകൾ കണ്ടുപഠിക്കട്ടെ. നല്ല വിദ്യാർത്ഥിനികളായി നന്നായി പഠിച്ച് അതിലൂടെ സജീവമായി വളർന്ന് നിങ്ങൾക്ക് മാതൃകാപരമായി ജീവിക്കുവാൻ സാധിക്കട്ടെ. രാജ്യത്തിൻ്റെ പുരോഗതിക്കായി മറ്റുള്ളവരുടെ ക്ഷേമത്തിനുമായി നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ. നേരത്തെ ഇവിടുത്തെ പ്രൊവിൻഷ്യൽ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ അധിഷ്ഠിതാവിൽ സൂചിപ്പിച്ചതുപോലെ, നിങ്ങളുടെ ജീവിതം കൊണ്ടും നിങ്ങളുടെ ഈ എഡ്യൂക്കേഷൻ കൊണ്ടും എന്തെങ്കിലുമൊക്കെ പ്രയോജനം നമ്മുടെ നാടിനുണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ ഞാനത് സ്വപ്നം കാണുന്നു. നല്ലൊരു നാളേക്കായി ആരോഗ്യപരമായി പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുകൊണ്ടും അങ്ങനെയുള്ളൊരു ജീവിതശൈലി നിങ്ങൾ അനുവർത്തിക്കണം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പഠിക്കുന്നതോടൊപ്പം തന്നെ പഠിക്കുന്നിടത്തോളം കാലം എല്ലാം കൊണ്ടും നല്ല വിദ്യാർത്ഥിനികളായിരിക്കണം നിങ്ങൾ. സ്വയം പര്യാപ്തത കൈവരിച്ചവരാവണം. മാതാപിതാക്കൾക്ക് തീർച്ചയായും അഭിമാനപാത്രങ്ങളാണ്. അതിനായി നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുവാൻ നിങ്ങളാലാകുന്ന വിധം സംഭാവന ചെയ്യുവാനുള്ള ഒരു വരം അല്ലെങ്കിൽ അതൊരു വഴി ദൈവം സർവേശ്വരൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നല്ലൊരു ഭാവി കാലത്തെ സ്വപ്നം കാണുക, അത് ലഭ്യമാക്കുവാൻ വേണ്ടി അശ്രാന്തം പരിശ്രമിക്കുക. അതാണ് നിങ്ങൾ വിദ്യാർത്ഥികളോട് എനിക്ക് ആവർത്തിച്ച് പറയാനുള്ളത്. നമ്മുടെ നാടിൻ്റെ, ലോകത്തിൻ്റെ സമാധാനത്തിൻ്റെ നാളുകൾ വരുമെന്ന പ്രത്യാശയോടെ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഹാപ്പി ഓണം to all the Teresians who have joined offline and online. നമ്മുടെ ഇന്നത്തെ അതിഥി ശ്രീ ഭരത് സുരേഷ് ഗോപി, a very versatile personality of the film world and presently the MP of Rajya Sabha, made this day memorable to all the Teresians, all of us Teresians. Teresian community is thankful to him for his graceful presence and the thought-provoking message you entered.
My sincere appreciation also to the deans, Ms. Rosemary Francis and Dr. Swati Verma, who are guiding the union members throughout these days since they had the idea or the plan of celebrating Onam with keeping or maintaining social distancing and arranging these cultural programs with the students, the talented students of our college, with the help and support of the vibrant union members. ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. വർഷാവേദഗോപാൽ, മാക്സിലിൻ, ജോർജിയാന, ഇവരുടെയൊക്കെ സപ്പോർട്ടുമുണ്ട് ഇത് സാധിച്ചു. അങ്ങനെ ഈ കൊല്ലം നമുക്ക് ഈ കൊറോണ അല്ലെങ്കിൽ COVID-19 മഹാമാരിയിൽ അതിജീവിച്ചു എന്ന് തെളിയിച്ചുകൊണ്ട് കലാലയത്തിൽ ഇങ്ങനെ ചെറിയ രീതിയിലാണെങ്കിലും ഈ ഓണം ആഘോഷിക്കാൻ സാധിച്ചു. അടുത്ത ഓണമെങ്കിലും ഈ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ വർണ്ണശബദമായ രീതിയിൽ ചിത്രശകലങ്ങളെ പോലെ പാറി നടന്ന് ഇഷ്ടംപോലെ സെൽഫിയും ഫോട്ടോസും ഒക്കെ എടുത്ത് എൻജോയ് ചെയ്തൊരു ഓണക്കാലം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അത് കണ്ട് ആസ്വദിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾ അധ്യാപകർക്കും അനധ്യാപകർക്കും ഉണ്ടാവട്ടെ എന്ന് കൂടെ ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. അതിനായി സർവേശ്വരൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ കാലാവസ്ഥ മാറട്ടെ, ഈ ഒരു പ്രതിസന്ധിയും കടന്നു പോകട്ടെ. നമ്മൾ ഇത്രയും നാൾ അതിജീവിച്ചു, ഇനിയും നമ്മൾ അതിജീവിക്കും, നമ്മൾ പുതിയ വഴികൾ കണ്ടുപിടിക്കും എന്ന പ്രതീക്ഷയോടെ ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും, കോളേജിലെ മറ്റ് വിദ്യാർത്ഥികൾക്കും, ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി, നമസ്കാരം. നന്ദി മാം. കോളേജ് യൂണിയൻ ഒരുക്കിയ വർണ്ണാഭമായ ഈ ആഘോഷ പരിപാടിക്ക് എത്തിച്ചേർന്ന നിങ്ങളേവർക്കും നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുവാനായി കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ വർഷ വേണുഗോപാലിനെ ക്ഷണിക്കുന്നു. മാന്യസദസ്സിന് വന്ദനം. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ നമസ്കാരം. ഇന്നിവിടെ നടക്കുന്ന ഓണാഘോഷ ചടങ്ങുകൾക്ക് ഔദ്യോഗികമായി നന്ദി രേഖപ്പെടുത്തുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും മാത്രം ഉത്സവമല്ല ഓണം. അത് അതിജീവനത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും പ്രത്യാശയുടേതുമാണ്. ലോകം മുഴുവനും മഹാമാരിയുടെ പരീക്ഷണ സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വന്നിരിക്കുന്ന ഈ ഓണം നമ്മുടെ അതിജീവന ശ്രമങ്ങളുടെയും പ്രത്യാശയുടെയും പ്രാർത്ഥനയുടെയും അടയാളപ്പെടുത്തലാണ്. വർഷങ്ങളുടെ അനുഭവ സമ്പത്തും പകരം വയ്ക്കാനാകാത്ത കർമ്മനിരവയും കൊണ്ട് നമ്മുടെ കോളേജിനെ ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് എത്തിക്കുന്ന വിദ്യാ സിസ്റ്ററിന്റെ വാക്കുകൾ എന്നും എപ്പോഴും പ്രചോദനമാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ആൻഡ് മാനേജർ റവറൻഡ് ഡോക്ടർ സിസ്റ്റർ വിനീത CSSക്ക് സ്നേഹബഹുമാനത്തോടെ നന്ദി. ആശംസാ പ്രസംഗത്തിലൂടെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത കോളേജ് ഡയറക്ടർ റവറൻഡ് സിസ്റ്റർ എമിലിൻ CSSക്ക് സ്നേഹബഹുമാനത്തോടെ നന്ദി അറിയിക്കുന്നു. ഈ വർഷത്തെ ഓണാഘോഷം ആരോ 2021 ആശംസ നേർന്നത് എത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ലിസി മാത്യു ആണ്. നേതൃത്വ പാഠവും കൊണ്ടും ഊഷ്മളമായ വ്യക്തിത്വം കൊണ്ടും ചുരുങ്ങിയ നാളിൽ തന്നെ നമുക്ക് ഓരോരുത്തർക്കും പ്രിയപ്പെട്ട വ്യക്തിയാണ് മാം. ലിസി മാമിന് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു ചടങ്ങിന്റെ ഉദ്ഘാടകൻ എങ്ങനെയാണോ അങ്ങനെയായിരിക്കും ചടങ്ങും എന്ന് പറയാറുണ്ട്. അങ്ങനെ നോക്കിയാൽ ഈ ആഘോഷം ഏറ്റവും വർണ്ണാഭവും ഊർജ്ജസ്വരവുമാണ്. മലയാളത്തിന്റെ മഹാനടൻ, കേരളത്തിന്റെ സ്വകാര്യ അഭിമാനമായ ശ്രീ ഭരത് സുരേഷ് ഗോപി MP ഉദ്ഘാടകനായി ലഭിച്ചത് നമ്മുടെ ഏവരുടെയും ഭാഗ്യവും സന്തോഷവുമാണ്. സാമൂഹിക സേവകനും മികച്ച ഒരു വാഗ്മി കൂടിയായ അദ്ദേഹത്തിന്റെ വാക്കുകൾ വേദിയെയും സദസ്സിനെയും ധന്യമാക്കി. വിദ്യാർത്ഥികൾക്ക് പുത്തനുണർവും വെളിച്ചവും നൽകി. ഏറെ തിരക്കുകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ചടങ്ങിൽ പങ്കുചേർന്ന് സുരേഷ് ഗോപി സാറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഓണാഘോഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം കലാപരിപാടികളാണ്. കേരള തനിമയും പുതിയ കാലത്തിന്റെ പുതുപുത്തൻ രീതികളും ഇടകലർത്തി കണ്ണുകൾക്ക് വർണ്ണവിസ്മയം ഒരുക്കിയ ഇന്നത്തെ കലാപരിപാടികളിൽ പങ്കുചേർന്ന സെന്റ് റീസസിന്റെ സ്വന്തം മെഡിക്കുകൾക്ക് എന്റെ പ്രിയ കൂട്ടുകാർക്ക് സ്നേഹം നിറഞ്ഞ ഒരു 100 നന്ദി. ഇവിടെ നടക്കുന്ന ഓരോ പരിപാടിയും വിജയമാക്കുന്നതിൽ വലിയൊരു പങ്ക് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് ഈ അവസരത്തിൽ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പൂക്കളുടെയും നിറങ്ങളുടെയും ആഘോഷ
അഭിനന്ദിച്ചാലും മതിയാവില്ല. സ്നേഹത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ ചടങ്ങിന് വേണ്ട സാങ്കേതിക സഹായങ്ങൾ ഒരുക്കി തന്ന തിജോ സാർ, അജിച്ചേട്ടൻ എന്നിവരോടും പ്രത്യേക നന്ദി ഇവിടെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ആരവം 2021 സഹകരിച്ചുകൊണ്ട് ഈ പരിപാടി വിജയകരമാക്കിയ ഡീൻസ്, അധ്യാപകർ, അനധ്യാപകർ, യൂണിയൻ മെമ്പേഴ്സ്, വിദ്യാർത്ഥികൾ എല്ലാവരോടുമുള്ള അകമഴിഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അതിജീവനത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും പ്രത്യാശയുടെയുമായ ഈ ഓണം നല്ല നാളുകളെ കൊണ്ടുവരട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി വർഷ. നമ്മുടെ ഔദ്യോഗിക ചടങ്ങുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. ഇനി വിവിധ ഇനം കലാപരിപാടികൾ. ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും നന്മയുടെയും ചിങ്ങനാളുകൾ കൊണ്ടാടാം. ഏവർക്കും നന്ദി. ക്യാമ്പസിലെ ഓൺലൈൻ ഓണാഘോഷ പരിപാടി. ഇവിടെ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ ഏതെങ്കിലും സംഘടനകളുമായോ വ്യക്തികളുമായോ സ്ഥാപനങ്ങളുമായോ സാമ്യമോ ബന്ധമോ തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രമെന്ന് അറിയിച്ചുകൊള്ളൂ. ഒരു ഓൺലൈൻ ഈ പുസ്തകം പുസ്തകം ഡ്രസ്സൊക്കെ ഞാൻ എങ്ങനെ കാണും? ഈ ലാപ്ടോപ്പിലാണ് ഈ പാസ്പോർട്ട് സൈസിലെ കാണാനും പറ്റുള്ളൂ. Good morning, students. Happy Onam. Have you completed the work I gave you the other day? Hello? Respond, please. Well, if not, take Insta Onam and start drawing on Google. And after designing it, make sure to upload it on Moodle before the deadline. This is very important and everyone must do it because attendance will be given only if you submit the program. അമ്മേ, സ്വിഗ്ഗിച്ചേട്ടൻ എത്തിയോ? സദ്യ ഓർഡർ ചെയ്തിട്ട് എത്ര നേരമായി? വിശന്നിട്ട് പാടില്ല. പായസം എങ്കിലും കിട്ടുമോ? Hello? What's happening? Manu, are you not listening? Yes ma'am. Poor net. Oh, okay. Prefect, give him the attendance. ഓർഡർ ചെയ്തിട്ട് എത്ര നേരം? ഇവർക്ക് ലൊക്കേഷൻ ഇട്ട് കൊടുക്കാണോ? ദൂരിപ്പോയി എത്തിയോ? എവിടെ സദ്യ? നിങ്ങൾക്ക് ഓർഡർ ചെയ്തിട്ട് ലൊക്കേഷൻ ഇട്ടിട്ട് എത്ര നേരം? ഈ വേഷം ഒന്നും സമയം ഉണ്ടെങ്കിൽ ഈ ഓർഡർ എത്തിക്കാനും. ഓർഡറിനോ? നോ മഹാബലിയാണ് മോനെ. അല്ല, ഓണത്തിന് സദ്യ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യുകയോ? നോം എന്തായി കേൾക്കുന്നേ? കൊറോണ വന്നതോടെ എല്ലാം വന്ന് മങ്ങി. പണ്ടത്തെ ഊർജ്ജസ്വലത ഒന്നുമില്ല. അല്ല, എവിടെ ബാക്കിയെല്ലാവരും? ഓ, മാസ്ക് ഒക്കെ ധരിച്ച് വീട്ടിലിരിക്കായിരിക്കുമല്ലേ? ഇതെല്ലാം ഒന്ന് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയല്ലേ നോം വന്നിരിക്കുന്നത്? പണ്ടൊക്കെ ഓണമെന്ന് വെച്ചാ ഈ പണ്ടത്തെ ഓണാഘോഷ പരിപാടി ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് വേണോ പണ്ടത്തെ ഓണാഘോഷ പരിപാടി? ഈ ക്ലീശ പരിപാടിയൊക്കെ ഞങ്ങൾ കുറെ കേട്ടിട്ടുണ്ട്. അങ്ങനെ സെന്റ് ജോസഫ് കോളേജിലെ ഓണാഘോഷം കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ടിട്ടുണ്ടോ? വിഷു കാണട്ടെ. നിങ്ങൾക്ക് എത്ര പ്രത്യേകത? ഞങ്ങളെ പോലെ ഓൺലൈൻ ഓണം ഒന്നല്ലേ പ്രാവശ്യം. ഞങ്ങൾക്ക് കിട്ടിയ സാഹചര്യം കൊണ്ട് ഉള്ളതുകൊണ്ടൊരു ഓണം പോലെ ഞങ്ങൾ ആഘോഷിക്കണ്ടേ. ഓ, അല്ല, എവിടെയോ ഒരു ചെണ്ടമേളോ ചേട്ടനല്ലേ ഇവിടെ പോയി നടക്കുമല്ലേ? അടിയുടെ കാര്യമൊന്നും പറയണ്ട. എനിക്ക് എപ്പോഴും അടിയില്ലാത്ത യൂത്ത് ഫെസ്റ്റിവലിൽ പോയാൽ കോളേജ് തമ്മിൽ സെമിക്കിന് ബാക്ക് വെച്ച് നിങ്ങൾക്ക് എപ്പോഴും അറിയില്ലാത്ത ദിവസമുള്ള. ചേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ്. അടിയൊക്കെ തന്നെ. പക്ഷേ സ്നേഹത്തിലും സാഹോദര്യത്തിലും ഐക്യത്തിലും കലാശിക്കുന്ന വെറും വാക്തർക്കങ്ങൾ മാത്രം. എന്നാൽ യുദ്ധത്തിലേക്ക് പോയാലോ? പോകാം. അല്ലെങ്കിലും സെൻട്രൽ തമ്മിലെ തരുണീയ മണികളെ കാണാൻ എന്റെ ജീവിതാഭിലാഷായിരുന്നു. എന്റെ പൊന്നെ മാവേലി ചേട്ടൻ എങ്ങനെ പോയിരുന്നത്? ഞാൻ ഈ ചേച്ചിയുടെ ഒപ്പം പോയിട്ട് വരാം.
തട്ടിത്തം എറിഞ്ഞാരോ കിടകാതെ കിടക്കും മുഞ്ചാവൽ കോഴിത്താൻ പിന്നാലെ കൂട്ടൻ ചെയ്യുന്നാരോ ആനക്കടിയിൽ മാനക്കൊടയിൽ മാനക്കൊടിയിലറിയില്ല അമ്മാടിച്ചത് അവളെ കുഞ്ഞിനെ തന്നെ അറിയില്ല അറിയിക്കും വായിക്കാനല്ല മണിക്കൂർ മണിക്കില്ല ഒരു കരുവി പറയാ തുണയോട് എതിരെ ഇടയാ മറിയാ മഴയാ വാട കുഴിമണിയാ മടകാ
തിരുവാതിര അതാകെ ആ എല്ലാം ഇവിടെ തന്നെയുണ്ട്. കലയെന്നും ജനിക്കുകയാണ് ഈ മണ്ണിൽ. കലാകാരികളുടെ കേദാരമായ സെന്റ് തെരേസസിൽ. കവി ഉദ്ദേശിച്ചത് കേരളത്തിന്റെ തനതായ കലാരൂപങ്ങൾ ഇവിടെ സമന്വയിക്കുകയാണ്. അവയുടെ നൂതനവും വ്യത്യസ്തവുമാണ് ആവിഷ്കരണം. ഓ എന്തായാലും ഈ ഓൺലൈൻ ഓണമൊക്കെ എനിക്ക് മടുത്തു. ഞാൻ നിങ്ങളുടെ ഒപ്പം കൂടാം.